അടിയില്. പിന്നെ അടുത്ത നമുക്ക് പറയാൻ പോണ JDN ചേട്ടനും ഇസ്ലാം ചേട്ടനും. ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കും പിക്ക് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഫൈറ്റ് ആണ്. കാരണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാൻ ഇനി JDMന്റെ റേറ്റീവിലാണ്ട പോയിന്റ് സംസാരിക്കാൻ പോണം. ഇസ്ലാം വീസസ് വോൾക്കനോവ്സ്കി 1 അത് എക്സാമ്പിൾ വോട്ട് ചെയ്യാനാണ് ഞാൻ. അപ്പൊ ആ ഫൈറ്റ് നമ്മൾ കണ്ടതാണ്. ആ ഫൈറ്റില് വോൾക്ക് അത്യാവശ്യം റെസ്ലിംഗിൽ ഇസ്ലാമായിട്ട് പിടിച്ചു നിന്ന് കുറെ പ്രാവശ്യം കുറെ സ്റ്റഫ് ചെയ്ത് ടേക്ക് ഡൗൺ ചെയ്യപ്പെട്ടതാലും പിടിച്ചു നിന്ന്. ആ സമയത്ത് ഇസ്ലാമിനെ ഹെൽപ്പ് ചെയ്ത് ഫുള്ള് ക്രെഗ് ജോൺസ് ആണ്. ക്രെഗ് ജോൺസ് ചേട്ടൻ നല്ല രീതിയിൽ ക്യാമ്പ് കൊടുത്ത്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വോൾക്കിനേലും സ്ട്രോങ്ങറും ബിഗറുമായ ഒരാളാണ് ജാക്ക് ഡെല. ഓരോ ഫൈറ്റ് കഴിയുമ്പോഴും ജാക്ക് ഡെലയുടെ ടേക്ക് ഡൗൺ ആൻഡ് ഡിഫൻസ് ആൻഡ് റെസ്ലിംഗ് ഇമ്പ്രൂവ് ആയി വന്നിട്ടുണ്ട്. 170 ഒരുപാട് പ്രാവശ്യം ഫൈറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള 170 നാച്ചുറൽ ആക്കി വെച്ചേക്കുന്ന ഒരാളാണ് ജാക്ക് ഡെല. അപ്പൊ വോൾക്കിനേലും കുറച്ചും കൂടി അടിപൊളിയായിട്ട് റെസ്ലിംഗ് ജാക്ക് ഡെലക്ക് ഇസ്ലാമായിട്ട് കൊടുക്കാൻ പറ്റുമോ? അതൊരു കൺസേണിങ് ആണ് ഇസ്ലാമിന്റെ ഭാഗത്ത്. കാരണം വോൾക്ക് എന്ത് ചെയ്തതിനും കുറച്ചുകൂടി കാരണം വോൾക്കിന്റെ അത്രയും പ്യുവർ ടെക്നോൺ എബിലിറ്റി സ്കിൽഡ് ആണ് ജാക്ക് ഡെല എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ജാക്ക് ഡെല ഇത്രയും നാളത്തെ ക്യാമ്പ് പ്രിപ്പയർ ചെയ്തതും കഴിഞ്ഞ കുറെ നാളായിട്ടുള്ള റെസ്ലിംഗ് കോൺസ്റ്റന്റ് വർക്കിംഗ് കാരണം വോൾക്കിനേലും ബിഗറും സ്ട്രോങ്ങറും ആയ ഒരാള് ഇസ്ലാം റെസ്ൽ ചെയ്യുമ്പോ ഇസ്ലാമിന് ക്രെഗ് ജോൺസിന്റെ ഹെൽപ്പോടെ അത് അവന് ചെയ്യാൻ പറ്റുമോ? അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ JDMന്റെ ഫൈറ്റ് എടുത്ത് പറയണമെങ്കിൽ ഗൈസ് നമുക്കറിയാലോ, കോമ്പിനേഷൻ പഞ്ചസ് UFC തരുന്ന ആൾക്കാർ കുറവാണ്. കോമ്പിനേഷൻ പഞ്ചസ് ആൾക്കാർ അറിയാം. പക്ഷെ JDM ഇല്ലേ, കോമ്പിനേഷൻ പഞ്ചസ് ബ്യൂട്ടിഫുള്ളി എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയിട്ട് വരുന്ന ഒരാളാണ്. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഇലിയ ടുപൂറിയ കിഡ്ലൻ ബോക്സറാണ്. ഇപ്പൊ ബെസ്റ്റ് ബോക്സറിന് യൂസ് ചെയ്യുന്ന എല്ലാവരും പറയുന്നതാണ് ഇലിയ. പക്ഷെ അപ്പോഴും ആൾക്കാർ ചെറുതായിട്ട് സൈഡിൽ നിന്ന് പറയുന്ന ഒരു പേരാണ് JDM. അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ JDM എന്ന് പറയാറുണ്ട്. അതൊക്കെ കാര്യം എന്ന് അറിയോ, JDM ബോക്സിംഗ് അത്ര ക്രിസ്പാണ്. പിന്നെ JDMന്റെ ബോക്സിംഗ് പ്രത്യേകത ലെങ്തി കോമ്പിനേഷൻ. ഇപ്പൊ ഇലിയ എന്ന് പറഞ്ഞാൽ 69 റീച്ച് വെച്ച് അവൻ തരുന്നത്. പക്ഷെ JDM ഒരു 73 ഒക്കെ വെച്ച് റീച്ച് ഉണ്ട്. അപ്പൊ അത് ഫുള്ളി യൂട്ടിലൈസ് ആണ് കോമ്പിനേഷൻ. ഇപ്പൊ കെവിൻ ഹോളിനായിട്ടുള്ള ഫൈറ്റിന് കോമ്പിനേഷൻ അറിയാൻ പറ്റും. ലെങ്തി കോമ്പിനേഷൻ. ഇപ്പൊ അടുത്തിരുന്നല്ല പുള്ളിയാണ് ലെങ്ത്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണ്, ദൂരെ നിന്ന് കോമ്പിനേഷൻ അറിയുമ്പോൾ സേഫ് ആണ്. കാരണം അപ്പോൾ ഇതിന്റെ കൗണ്ടർ അത്ര ഇതില്ല. ഈ വേടിയാൻ കുറച്ച് ഇതാണ്. പക്ഷെ JDM റിസ്ക് ഇത് ആ സമയത്ത് JDM എഫക്റ്റീവ് ആണ്. പിന്നെ JDM ഒരു സ്നൈപ്പറാണ്. കാരണം ഭയങ്കര ആക്യുറേറ്റ് ആയ ഒരു ഇതാണ്. ദൂരെ നിന്ന് സ്നൈപ്പ് ചെയ്യാനൊക്കെ കഴിവുള്ള ഒരാളാണ്. അപ്പൊ സ്ട്രൈക്കിംഗ് ആയിട്ട് ഇസ്ലാം ഒരിക്കലും പോലും നിൽക്കാൻ ഇസ്ലാം സ്ട്രൈക്കിംഗ് മോശം ഒരാളല്ല. ഇസ്ലാം കെയർഫുൾ എഫക്റ്റീവ് സ്ട്രൈക്കറാണ്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇസ്ലാം ഒരിക്കലും ഡേഞ്ചർ സോണിൽ അവന്റെ തലയിൽ നിന്നും കൊണ്ട് ഇട്ട് വെക്കാറില്ല. ഒരു പഞ്ചക്കറിന്ന് കഴിഞ്ഞാൽ അഡ്രിയാന മാർട്ടിൻ 2015 തോറ്റേ പിന്നെ ഇപ്പോഴും കുറച്ച് ഫിക്സ് ചെയ്യാൻ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ലൈറ്റ് സ്ട്രൈക്കർ ഒന്നും അല്ല. എന്നാലും പഞ്ചെറിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ തിരിച്ചു ബാക്ക് പൊസിഷൻ ഹാൻഡ്സ് അപ്പ് ചെയ്യും. ഡിഫെൻസീവ്ലി ഇവിടെ ജിറിയനൊക്കെ പോലെ ഇങ്ങനെ കൈവിട്ടു അങ്ങനത്തെ ഒരാളല്ല. ഇപ്പോൾ ഡിഫെൻസീവ്ലി കെയർഫുൾ ആയിട്ട് ഔട്ട് ഓഫ് ദി ലൈൻ പോകാനത്തെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അത് ഇസ്ലാമിന്റെ ഫൈറ്റിൽ കാണുന്നുണ്ട് അതിന്റെ ഗുണം. നല്ല ബേസ് ഉള്ള ആളാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ജാക്ക് ഡെലയായിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റില്ല. സ്ട്രൈക്കിങ് വേറെ ലെവൽസ് ആണ് ഇവർ രണ്ടുപേരും. സ്ട്രൈക്കിങ്ങിലുള്ള ഡിഫറൻസ് പോലെ ഇവർ തമ്മിൽ റെസ്ലിംഗിൽ അതിനേലും കൂടുതൽ ഡിഫറൻസ് ഉണ്ട്. റെസ്ലിംഗിൽ അതിനേലും കൂടുതൽ ഡിഫറൻസ് ഉണ്ട്. അത് അടുത്ത പോയിന്റോട് പറയാം. അപ്പൊ മനസ്സിലായ, ഫസ്റ്റത്തെ 2 റൗണ്ടൊക്കെ രണ്ട് ടേക്ക് ഡൗൺ ഒക്കെ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാമിന് ആദ്യത്തെ 2 റൗണ്ട് ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. സ്ട്രൈക്ക് ചെയ്യാൻ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗെയിമിന്റെ ഇത് മാറി. ഇസ്ലാം നെച്ചൊക്കെ ഇടിച്ചു തുടങ്ങും. എനിക്ക് വരാൻ ടെൻഷനായി പോകും. കാരണം ജാക്കിന്റെ ഇത് കൂടി. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഇത്. ഇനി ഇപ്പൊ ജാക്കിന്റെ ഗുണങ്ങൾ പറഞ്ഞ് റെസ്ൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ജാക്കിന് എന്തുമാത്രം ചെയ്തിട്ടുണ്ട്, എന്തുമാത്രം പ്രിപ്പറേഷൻ ഉണ്ട് എന്ന് നമുക്ക് കണ്ടറിയാം. ഇനി ഇസ്ലാമിന്റെ ബെനിഫിറ്റോട്ട് പോകുമ്പോ ഗൈസ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ബലാലിനെ ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇസ്ലാം അല്ല ബലാലെന്ന്. നേരെ മറച്ചാണ്ട, ബലാൽ അല്ല ഇസ്ലാം. അപ്പൊ സംഭവം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മ മറ്റേ ആ ദേവാസുരം പടമില്ലേ, ദേവാസുരം പടത്തില് ഇപ്പൊ മോഹൻലാലിന്റെ കുറച്ച് ശിങ്കിടികളില്ലേ, ഭരതൻ, ഹൈദ്രോസ് അങ്ങനെയുള്ളവരൊക്കെ. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ മണിയമ്പളി രാജുവൊക്കെ. അപ്പൊ അവരാണ് ബലാലി. നീലകണ്ഠനാണ് ഇസ്ലാം, ഫൈനൽ ബോസ്. അപ്പൊ ബലാലിനെ ചെയ്ത പോലെയല്ല ഇസ്ലാം എന്ന് പറയുമ്പോ എന്താണ്? റെസ്ലിംഗ് ആണെങ്കിൽ ബലാലിന് അടിപൊളി, സ്ട്രൈക്കിംഗ് ആണെങ്കിൽ ബലാലിന് എഫക്റ്റീവ്, ബലാലിന് ഡിഫെൻസീവ് സ്ട്രൈക്കർ തന്നെയാണ് ഇസ്ലാം. പിന്നെ ഗ്രാപ്ലിംഗ് ആണെങ്കിലും ലെവൽസ് പ്യുവർ ജൂജു എന്താണെങ്കിലും. അപ്പൊ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആളെയാണ് നമ്മ ഫൈനൽ ബോസിനാണ് JDM ഫൈറ്റ് ചെയ്യാൻ പോണം. അപ്പൊ എന്തിനകത്ത് സംഭവം എന്ന് വെച്ചാ ഇപ്പൊ നമുക്ക് ഇസ്ലാമിന്റെ എന്താണ് ബെനിഫിറ്റ്? ഇസ്ലാം ഗ്രാപ്ലിംഗില് ഇസ്ലാം ടോപ്പിൽ തന്നെ ഒരു പ്രഷർ ഉണ്ട്.
ഇസ്ലാമിന്റെ ഗ്രിപ്പ് ഉണ്ട്. പിന്നെ ഇസ്ലാം നിങ്ങൾക്ക് അറിയാല, കംസത്തിനെ പോലെയും കബീബിനെ പോലെയും പൊക്കത്ത് കയറി ചാവടാ എന്ന് പറഞ്ഞ് ഇടിക്കുന്ന ആളല്ല. ഓരോ പഞ്ചിനും അർത്ഥമുണ്ട്. ഇസ്ലാം ഒരു പഞ്ച് ചെയ്യണം എന്തിനാണ്? ഒരു ആം ട്രയാങ്കിൾ ചോക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലോട്ട്, അല്ലെങ്കിൽ ഗിലറ്റീനിലോട്ട്, ഒരു ആം ട്രയാങ്കിളിലോട്ട്, ആംബാറിലോട്ട് പോവാവുന്ന ഒരു സെറ്റപ്പിന് വേണ്ടിയാണ് ഇസ്ലാം പഞ്ച് ചെയ്യണം. സിസ്റ്റമാറ്റിക് ബ്രേക്ക് ഡൗൺ, പയ്യെ പയ്യെ പയ്യെ. ഇപ്പൊ ചെസ്സിൽ ഒരു മാസ്റ്റർ ഇല്ലേ, എല്ലാ കാളും ഗ്യാപ്പ് അടച്ച് അവസാനം ഒരു ചെക്ക്മേറ്റ് അടിക്കൂലേ, അതാണ്. കബീബും മറ്റേ കംസത്തൊക്കെ നേരെ വന്ന് ചായവാന ഒട്ടിക്കളണ സീനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫൈറ്ററാണ്. ടോപ്പ് കൺട്രോളും ടോപ്പ് പ്രഷറും ബെസ്റ്റ് ആണ്. പിന്നെ ഇസ്ലാമിനെ JDM പറഞ്ഞില്ല, JDM റെസ്ലിംഗ് മാത്രമല്ല, ജൂഡോ ബ്ലാക്ക് ബെൽറ്റ് ആണ്. ജൂഡോ നല്ലോണം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളാണ് KG സൈഡിൽ നിന്നൊക്കെ. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ചെക്കന് JDMന് ട്രബിൾസ് കൊടുക്കും. പിന്നെ ഇപ്പൊ സ്ട്രൈക്കിംഗ് ആണെങ്കിലും ഭയങ്കര JDM ആയിട്ട് എടുക്കുന്ന റെക്ലസ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ആളല്ല. പേടിച്ച്, അല്ലെങ്കിൽ പേടി എന്നല്ല ഉദ്ദേശിച്ചത്, ബുദ്ധിപൂർവമായുള്ള ഫിയർ, കെയർഫുൾ ആയിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഗെയിം പ്ലാൻ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ടേക്ക് ഹിം ഡൗൺ ആൻഡ് മേക്ക് ഹിം ടയർഡ്, മേക്ക് ഹിം ടാപ്പ്. അപ്പൊ ഇത്രയാണ് ഇസ്ലാമിന്റെ പോസിറ്റീവ്സ്. അപ്പൊ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കണെന്ന്. എനിക്കും ശരിക്കും ഒരു വിന്നർ പിക്കാൻ പറഞ്ഞാൽ കണ്ടുതരാണ് ഞാൻ ഇസ്ലാമിനെ പറയുള്ളൂ ഇപ്പോഴും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും ചെയ്യണമെന്ന് ഷോക്ക് ആവാൻ പോണില്ല. നമുക്കറിയാം ഫസ്റ്റ് 2 റൗണ്ട് ടേക്ക് ഡൗൺ സ്റ്റഫ് ചെയ്യുമോ, ഇസ്ലാമിന്റെ വില്ല് ഇമ്പോസ് ചെയ്യാൻ പറ്റുമോ. ഇപ്പൊ ഇസ്ലാമിന് ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, വോൾക്ക് 1 ഇസ്ലാമിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, എപ്പോഴും പറഞ്ഞ പോലെയാണ്. വോൾക്ക് 1 ഇസ്ലാമും കൂടി ഇത്തിരി ക്ലോസ് ആയിരുന്നല്ല, വോൾക്ക് ഇസ്ലാം 1. അപ്പൊ അതിനകത്തൊരു സംഭവം നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാം സിവിയർലി ഡീഹൈഡ്രേറ്റഡ് ആയിരുന്നു. 18 മണിക്കൂർ അവന് വെയിറ്റ് കട്ട് ചെയ്തിട്ട് റീഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ഫൈറ്റിൽ 24 തുടങ്ങി 28, 34 മണിക്കൂർ വരെയും ആൾക്കാർക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ബിഗർ ഫൈറ്ററായി ഇസ്ലാം സിവിയർലി കോംപ്രമൈസ് ആയിരുന്നു. എന്നിട്ട് വോൾക്കായിട്ട് 3 റൗണ്ട് ജയിച്ചു. അപ്പൊ ആ വോൾക്കിന്റെ ഫൈറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, അത് കോംപ്രമൈസ്ഡ് ഇസ്ലാമായിട്ടാണ് വന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നോക്കിയേ ഇസ്ലാമിൽ പിന്നെയും ഇസ്ലാം ജയിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. എന്ന് തോന്നാലും ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം പറയാം, MMA ബെറ്റർ ഇസ്ലാം ജയിക്കണം. കാരണമില്ലേ, JDM അടിപൊളിയാണെങ്കിലും JDM ഫാൻസ് ആയിട്ട് കണക്ട് ആവാത്ത ഒരു ഫൈറ്ററാണ്. JDM ഒരിക്കലും ഫാൻസ് ആയിട്ട് ഒരു വലിയ ബിഗർ ഒറയുള്ള ഒരു സ്റ്റാർ, സൂപ്പർ സ്റ്റാർ ആയിട്ട് പോകാൻ പോണില്ല. അപ്പൊ JDM ജയിച്ചു കഴിഞ്ഞാലും ഇസ്ലാമിന്റെ സ്റ്റോക്ക് ഒന്ന് താഴും, ഇസ്ലാമിന്റെ ഗ്രേറ്റ്നെസ് ഒന്ന് കുറയും. പക്ഷെ JDM ഒരു വെൽട്ടർ വെയിറ്റ് ഗോട്ടോ ഒന്നും ആവാൻ പോകണമെന്നില്ല ഇത്. പക്ഷെ ഇസ്ലാം ജയിച്ചാൽ എന്താണ്, നമുക്ക് വിൻ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫൈറ്റ് ഇൻ ഇന്ത്യ അൺലോക്കായി. വൈറ്റ് ഹൗസിൽ ആ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഇസ്ലാമിന്റെ സ്റ്റോറിയാണ് കുറച്ചുകൂടി ബെറ്റർ. ഇസ്ലാമാണ് ഇപ്പൊ രണ്ടുപേരുടെയും കരകൾ അവസാനിക്കുമ്പോൾ എന്തായാലും JDM വലുതായിട്ട് നമ്മൾ ഇസ്ലാമിനെ കാണണം. എങ്ങനെയൊക്കെ ഈ ഫൈറ്റ് പോയാലും അത് അത്രേ ഉള്ളൂ. അപ്പൊ അല്ലെങ്കിൽ JDM ഇനി അൺബിലീവബിൾ തിങ്സ്, അത്ര അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യണം, അതെനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ MMA ബെറ്ററും നമ്മുടെ MMA ആസ് എ സ്പോർട്സ് കേരളത്തിൽ വളരാനും എല്ലായിടത്തും വളരാനും ഓൾറെഡി ഓറയുള്ള ഇസ്ലാം മഹാജഫിനാണ്. ഇസ്ലാം മഹാജഫ് ജയിക്കുന്ന കാര്യം നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ അലക്സ് പെരേര അങ്കലവ് ഫൈറ്റ്, ഫസ്റ്റ് ഫൈറ്റ് അങ്കലവ് ജയിച്ചു കഴിഞ്ഞിട്ട് ഒരു ഗുണവും ഉണ്ടായില്ല MMA കമ്മ്യൂണിറ്റിക്കോ ഒരു കേരള ഫാൻ ബേസിനോ. കാരണം അങ്കലവ് വീട്ടിൽ പോയിട്ട് മിണ്ടാണ്ടിരുന്നു. അത് പക്ഷെ അലക്സ് ജയിച്ചപ്പോ എന്തായി, അത് MMA ഫാൻ ബേസ് കേരളത്തിൽ ഇത് ചെയ്ത് ഞങ്ങളുടെ ചാനൽ അത് കാണാൻ പറ്റി, എല്ലായിടത്തും അറിയാൻ പറ്റി. അപ്പൊ അതുപോലെ ഇസ്ലാം ജയിക്കാനാണ് ബെനിഫിറ്റ്. ഈ JDM ഒരു ലിയോന്റെ പോലത്തെ ഫൈറ്ററാണ്, പേഴ്സണാലിറ്റി ഫാൻസ് ആയിട്ട് കണക്ട് ആവണില്ല. മൈ ഫൈനൽ പിക്ക് ഇസ് ഇസ്ലാം. ബട്ട് ഞാൻ പറഞ്ഞില്ലേ 51, 52 to 48 അത്രയും ഞാൻ കൊടുക്കും, അത്ര ക്ലോസ് ആണ്. കാരണം JDMനായിട്ട് ഞാൻ അത്ര ഇംപ്രസ്ഡ് ആണ്. JDMന്റെ കോംബോസും കാര്യങ്ങളൊക്കെ ഒരിക്കലും പാനിക് ആവാത്ത ഫൈറ്ററൊക്കെയാണ്. അപ്പൊ കൂടുതൽ കുറച്ചും കൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ഫൈറ്റ് വീക്കിൽ പറയുന്നതായിരിക്കും. ഇതാണ്ട് ഷോർട്ട് ബ്രേക്ക് ഡൗൺ. അപ്പൊ കണ്ടതിൽ സന്തോഷം. ഇത്ര നേരം കണ്ടിരുന്നവരാണെങ്കിൽ പിന്നെ ഇത്ര നേരം കണ്ടിരുന്നാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുക, വീഡിയോ അഭിപ്രായം എന്തെങ്കിലും നിൽക്കണമെങ്കിൽ കമന്റ് ചെയ്യുക. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക. പിന്നെ വീക്കിലി MMA കണ്ടന്റിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ബീജ ഗൈസ്, ബൈ 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 ബൈ.